സുചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ത്യയെ തകർക്കാനായിട്ട് ഓരോ ദിവസം കഴിയുന്തോറും ഓരോ പദ്ധതികളുമായിട്ടാണ് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത്. അതൊക്കെ ഇപ്പൊ ഇന്ത്യ മണത്തറിയുന്നുമുണ്ട്. നമുക്കറിയാം, നമ്മുടെ പാക് അധീന കശ്മീരിൽ നിന്ന് പലായനം ചെയ്തു പോയ മസൂദ് അസറിന്റെ പെങ്ങൾ ഒരു പുതിയ സംഘടന തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾക്കായിട്ട്. അതായത് സ്ത്രീകൾ ജിഹാദ് ചെയ്യാനായിട്ട് ഒരു സംഘടനയാണ് എന്നാണ് അവർ പറയുന്നത്. പിന്നെ പോരാത്തതിന് സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു കോഴ്സും അവർ തുടങ്ങിയിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഒരു പ്രത്യേക കോഴ്സ്, അതായത് സ്ത്രീകൾക്ക് പോയി ചേരാൻ കേട്ടോ. വളരെ സീരിയസ് ആയിട്ടുള്ള കോഴ്സാണത്. നമ്മൾ തമാശയായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവർ വളരെ സീരിയസ് ആയിട്ട്, അതെ, അവർ വളരെ സീരിയസ് ആയിട്ടാണ് അതിനെ കാണുന്നത്. പിന്നെ ഇപ്പോ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പാകിസ്ഥാൻ ഏത് നിമിഷവും ഇന്ത്യയുമായിട്ടൊരു യുദ്ധത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു. നമുക്കറിയാം അത് യുദ്ധത്തിലേക്ക് തന്നെ പോകുമെന്ന് നമുക്കറിയാം. കാരണം സർക്രീക്കിൽ നോട്ടാമാണ്, ഇപ്പോൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോട്ടാം പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ബേ ഓഫ് ബംഗാൾ ഓൾറെഡി നോട്ടാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മുംബൈയിലും ഡൽഹിയിലും നോട്ടാം പ്രഖ്യാപിച്ച് പരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം സംയുക്തമായിട്ടുള്ള ഒരു ഡ്രോൺ സൈനികാഭ്യാസം ഇന്ത്യ പൂർത്തിയാക്കി കഴിഞ്ഞു. അത് കഴിഞ്ഞത് ലഡാക്കിൽ ഒരു വലിയ സൈനികാഭ്യാസം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ നാല് സൈഡും വിജിലന്റ് ആയിട്ട് സൈനികാഭ്യാസങ്ങൾ കൊണ്ട് മൂടുകയാണ്. ഇത് കേൾക്കുമ്പോൾ പ്രേക്ഷകർക്ക് തോന്നും, യുവമാര് കുറെ നാളായിട്ട് ഈ യുദ്ധം എന്ന് പറയുന്നുണ്ടല്ലോ, ഇതുവരെ യുദ്ധം വന്നില്ലല്ലോ. ഇത് നമ്മൾ നേരിട്ട സിറ്റുവേഷൻ ഏതാണെന്ന് അറിയാം. നമ്മുടെ ഈ പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് നമ്മളൊരു യുദ്ധം ഉണ്ടാവും, ഒരു അടി ഉടനെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ 15 ദിവസം എടുത്തു നമ്മുടെ പ്രധാനമന്ത്രി. അതുവരെ നമ്മളൊരു തയ്യാറെടുപ്പായിരുന്നു. അപ്പൊ അതുവരെയും നമ്മൾ ഈ കമന്റുകളിലൂടെ പലരും നമ്മളോട് പറഞ്ഞു നമ്മൾ ആക്രമണം ഏറ്റുവാങ്ങി. ഈ പ്രേക്ഷകരുടെ ആക്രമണം നമ്മൾ ഏറ്റുവാങ്ങിയല്ലോ. കാരണം ഇവര് ചോദിക്കും എവിടെ യുദ്ധം, എവിടെ? കാരണം ഇതെല്ലാം ഇങ്ങനെ കളം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യ ഒരുക്കുകയാണ്. അപ്പൊ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ഒരു റിപ്പോർട്ട് വരുന്നത് മലയാളികൾ അടക്കമുള്ള ഒരു ഭീകര സംഘടന, ISKP എന്നാണ് ആ സംഘടനയുടെ പേര്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസൻ പ്രവിശ്യ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഖിലാഫത്ത് തുടങ്ങാനായിട്ട് ഇവര് റെഡി ആയിട്ട് വരികയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഖിലാഫത്ത് തുടങ്ങാൻ ഇവർക്ക് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആളെ കയറ്റി അയക്കേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ തന്നെ ഇവരുടെ ആൾക്കാരുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ കുറച്ച് ഭയപ്പെടേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം നമ്മൾ ഈ ദിവാലിക്ക് മുന്നോടിയായിട്ട് 120 സ്ഥലത്തെ ബോംബ് സ്ഫോടനങ്ങളാണ് നമ്മുടെ ഇന്റലിജൻസ് നിർവീര്യമാക്കിയത്. അപ്പൊ ഇതിനകത്ത് തന്നെ ആൾക്കാർ ഇവർക്ക് ഉണ്ട് എന്നറിയുമ്പോൾ, നമുക്കിടയിൽ തന്നെ ഉണ്ട് എന്നറിയുമ്പോൾ അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുകൂടെ നമുക്ക് വിലയിരുത്തേണ്ടി വരും. എന്താണ് ഇതിൽ നമ്മുടെ കേന്ദ്രത്തിന്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത്? കേന്ദ്രം ഇതിനെ എങ്ങനെ നേരിടും? എങ്ങനെയാണ് ഇവരുടെ ഡിഫ്യൂസ് ചെയ്യാനായിട്ട് പോകുന്നത് കേന്ദ്രം? എന്ത് തോന്നുന്നു? കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അതായത് ഈ മുമ്പ് ധനുഷിനും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒക്കെ ഓർമ്മയുണ്ടാകും, കണ്ണൂരിൽ നിന്ന് ഒരു യുവതിയെ പിടികൂടിയിരുന്നു. ISKPയുടെ സ്ലീപ്പർ സെല്ലിൽ പെടുന്ന യുവതിയായിരുന്നു. കണ്ണൂരിൽ നിന്നായിരുന്നു. അതെനിക്ക് തോന്നുന്നു പോപ്പുലർ ഫ്രണ്ടൊക്കെ നിരോധിക്കുന്നതിന് മുമ്പ് ആയിരുന്നു അവരെ പിടികൂടിയത്. ഈ ISKPക്ക്, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറൈസൻ പ്രവിശ്യ എന്ന് പറയുന്ന ISISയുടെ ബ്രാഞ്ച്, അവർക്ക് ഈ ഇന്ത്യയിലും കേരളത്തിലും അടക്കം അവർക്ക് സ്ലീപ്പർ സെല്ലുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് കേൾക്കുന്ന വാർത്ത, കേരളത്തിലടക്കം ചില സംഘടനകൾ, നിരോധിക്കപ്പെട്ട സംഘടനകളൊക്കെ പേര് മാറ്റി സാംസ്കാരിക സംഘടനകൾ എന്ന രീതിയിൽ പുതിയതായിട്ട് പലയിടത്തും അവതരിച്ചിട്ടുണ്ട്. ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളുമായിട്ടൊക്കെ അവതരിച്ചിട്ടുണ്ട്. അവർ സജീവമാകുകയാണ്. കാരണം ഇനിയിപ്പോൾ ഖിലാഫത്തിനുള്ള സമയമായിട്ടുണ്ട് അതൊരു സ്ഥാപിക്കാനായിട്ട്. ഇവിടെ ആണ് ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഈ വാർത്ത പ്രാധാന്യം അറിയിക്കുന്നത്. അവര് 1000 പേരെ, അതായത് ഈ ISKP രൂപീകരിച്ചത് തന്നെ താലിബാനെതിരായിട്ട് പോരാടാനാണ്. അവർ താലിബാൻ വിരുദ്ധരാണ്. അപ്പൊ അഫ്ഗാനിസ്ഥാനെതിരെ പോരാടാനായിട്ട് അവരെ സംഘടിപ്പിച്ച കൂട്ടത്തിൽ ഇപ്പോൾ അവർക്ക് ഒരു പുതിയ ദൗത്യം കൊടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ കാശ്മീർ കൂടി ലക്ഷ്യം വെക്കുക. അപ്പോൾ ലഷ്കർ-e തോയ്ബയും മറ്റ് ഭീകര സംഘടനകളുമായെല്ലാം ക്ലബ്ബ് ജയിച്ചുകൊണ്ട് ഒരു സംഘടന, നിങ്ങൾ അവരുമായി യോജിച്ച് മുമ്പോട്ട് പോകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ ഇവരുടെ ബലൂചിസ്ഥാൻ, ഖൈബർ പഖ്തൂൺ, ഖത്വ മേഖലകളിലൊക്കെ ഇവരുടെ വലിയ ട്രെയിനിങ് ക്യാമ്പുണ്ട്. ഈ ട്രെയിനിങ് കൊടുക്കുന്നതൊക്കെ പാകിസ്ഥാൻ സൈനിക ഉദ്യോഗസ്ഥരും മുൻ സൈനിക ഉദ്യോഗസ്ഥരും ഒക്കെയാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം, മലയാളികളടക്കം ഇന്ത്യയിൽ നിന്ന് ഭീകര സംഘടനയിലേക്ക് ചേരാൻ പോയ ഏതാണ്ട് 21 പേരുണ്ട്. അവർ ഈ സംഘടനയുടെ ഭാഗമായി പാകിസ്ഥാനിലെ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ നടക്കം കുറെ പേര് പോയി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമായിരുന്നു. അഫ്ഗാനിസ്ഥാനിലെ ജയിലിലായിരുന്നു അവർ കുറെ അധികം പേര്. വാർത്തയൊക്കെ വന്നിരുന്നല്ലോ. ഈ താലിബാൻ കയറി കഴിഞ്ഞപ്പോഴത്തേന് ഇവന്മാരെല്ലാം തുറന്നു വിട്ടിരുന്നു പൊക്കോളാൻ പറഞ്ഞിട്ട്. കാരണം ഇവന്മാർ തീരട്ടെ എന്ന് വെച്ച്. അപ്പൊ ആ ടീംസിനെ എല്ലാം കൂടെ വെച്ചിട്ടാണ് അവര് ഇന്ത്യ വിഭാഗത്തിന് രൂപം കൊടുത്തിരിക്കുന്നത്. ഈ പറയുന്ന മലയാളികൾ മാത്രമല്ല, ഇന്ത്യക്കാരും അടക്കമുള്ളവരുണ്ട് അതിൽ. ആ ടീംസിനെ എല്ലാം കൂടെ വെച്ചിട്ട് ഇവരൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിരിക്കുന്നു. ഈ 1000 പേരിൽ തന്നെ സെപ്പറേറ്റ് ഒരു ഗ്രൂപ്പിന്. അപ്പൊ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ദൗത്യം ഇന്ത്യയിൽ ഖിലാഫത്ത് സ്റ്റാർട്ട് ചെയ്യുക, കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അവര് ലഷ്കർ-e തോയ്ബയുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. ലഷ്കർ-e തോയ്ബ ഓൾറെഡി തന്നെ നമ്മളുടെ ഈ പറയുന്ന കാശ്മീരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്.
അപ്പോൾ ഇവര് വരുന്നതിനോടനുബന്ധിച്ചാണ് ഈ അടുത്ത സമയത്തൊക്കെ നിരോധിക്കപ്പെട്ട സംഘടനകളൊക്കെ പല രൂപത്തിലും സാംസ്കാരിക സംഘടന, കൂട്ടായ്മ, എഴുത്തുകാരുടെ കൂട്ടായ്മ, സിനിമാക്കാരുടെ കൂട്ടായ്മ എന്നൊക്കെ പറഞ്ഞ് പല പല സംഘടനകളും അവാർഡ് ദാന ചടങ്ങുകളും ഒക്കെ നമ്മുടെ കേരളത്തിലടക്കം ഇപ്പൊ നടത്തി വരുന്നുണ്ട്. അപ്പം ഇതിന്റെ ഒരു കളമൊരുക്കലാണ്, ഒരു മുന്നൊരുക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടയിലാണ് നമ്മുടെ ഓപ്പറേഷൻ തൃശ്ശൂരിൽ സംഭവിക്കുന്നതും. അത് ഇന്നലെ വളരെ കൗതുകകരമായ വാർത്ത, ന്യൂസ് ഇന്ത്യ മലയാളത്തിലെ വാർത്ത പോയിരുന്നു. ഈ ഹാഫിസ് സയ്യിദിന്റെ കൂട്ടാളി വെടിയേറ്റ് മരിച്ചത് തൊട്ട് പിന്നാലെ ഹാഫിസ് സയ്യിദ് മുങ്ങി അവിടെ നിന്ന്. ഇന്നൊരു റാലി ലാഹോർ നടത്താൻ നിശ്ചയിച്ചിരുന്നു, വമ്പൻ റാലിയായിരുന്നു. റാലിയൊക്കെ പിരിച്ചു വിട്ടുള്ളി. അത് അങ്ങനെ ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു വലിയ വിഭാഗം രംഗത്തെത്തുന്നത്. ഈ 1000 പേരുടെ ഇതിനകത്ത് ചാവേറുകളുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന നമ്മുടെ ആളുകൾ കൂടി വന്നുകൊണ്ടുള്ള ഒരു അവസാന യുദ്ധത്തിനായിട്ട് ഈ ഭീകര സംഘടനകൾ തയ്യാറെടുക്കുന്നു. അതിന് പിന്നിൽ എല്ലാ തരത്തിലും ചെലവും കൊടുത്ത്, സാമ്പത്തികവും കൊടുത്തുകൊണ്ട് പാകിസ്ഥാൻ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം വളരെ ജാഗ്രതയിൽ നിൽക്കുന്നതും ഇതിനകത്ത് ഒരു അടി നടക്കുമെന്ന് നമ്മൾ എപ്പോഴും പറയുന്നതിന്റെ കാരണം ഇത് തന്നെയാണ്. കാരണം ഇവര് ചുമ്മാതിരിക്കില്ല. ഇവരെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യും. പഴയതുപോലെ ആയിരിക്കില്ല, വളരെ ശക്തമായി തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുകയും ചെയ്യുമെന്ന് നമ്മൾ പറയുന്നതിന്റെ പോയിന്റ്. പക്ഷെ ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ അധികം മാധ്യമങ്ങളൊന്നും ഞാൻ ഈ വാർത്ത കണ്ടില്ല. വലിയൊരു വാർത്ത തന്നെയാണ് ഈ പറയുന്നത്. കാരണം ഇതിനകത്ത് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം, നമ്മുടെ ആളുകൾ തന്നെ നമ്മളെ, അതായത് ഇന്ത്യക്കാരായിട്ടുള്ള ഒരു ഭീകരവാദികളുണ്ട്, മലയാളികൾ അടക്കമുള്ളവരുണ്ടെന്ന് പറയുന്നതിനാണ് ഇതിനകത്ത് ഹൈലൈറ്റ്. ഇപ്പൊ നമ്മുടെ ജമ്മു കാശ്മീരിലൊക്കെ ഈ കാര്യത്തിൽ ഒരു റെക്കോർഡൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ പിന്നീട് അതൊരു വ്യാജ വാർത്തയായിരുന്നു എന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതായത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ പോയി ആദ്യമായി പൊട്ടിത്തെറിച്ച ഒരു IS ഭീകരവാദി ഒരു മലയാളിയായിരുന്നു എന്നുള്ളൊരു വാർത്ത ഞാൻ ഇടയ്ക്ക് കേട്ടിട്ടുണ്ടായിരുന്നു. ഹിന്ദു പത്രമൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അല്ല, അങ്ങനെ ഒരു വാർത്ത തെറ്റായിരുന്നു എന്ന് പറഞ്ഞ് ഈ ഹിന്ദു പത്രമല്ല, നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ തന്നെ പിന്നീട് തിരുത്തി കൊടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പോലെ തന്നെ നമ്മുടെ UN-ന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നല്ലോ. അതായത് ഏറ്റവും കൂടുതൽ ഇവിടെ നിന്ന് പോകുന്നത് IS-ലേക്കൊക്കെ പോകുന്നത് മലയാളികളും പിന്നെ കർണാടകയിലുള്ള ആൾക്കാരുമാണ്. അതിൽ ഏറ്റവും കൂടുതൽ മലയാളികൾ, രണ്ടാമതേ കർണാടകയിലുള്ള കന്നഡികാസ് വരും. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പോപ്പുലർ ഫ്രണ്ട് ഈ 2 ഭാഗത്തും വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ അവിടെയൊക്കെ ആ സമയത്ത് ഹിജാബിന്റെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് പോയ ആൾക്കാരിൽ നിന്ന് റിക്രൂട്ടായ ആൾക്കാരിൽ നിന്ന് പോയതായിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത് ISKP-യിലേക്ക്. അല്ലാതെ ഈ ഒരു സമയത്ത് പോകാൻ സോഴ്സ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, അതിനകത്ത് കണക്കല്ല, ഇപ്പൊ പോയതല്ല, നേരത്തെ പോയ ടീമാണ്. നേരത്തെ പോയവരൊക്കെ അഫ്ഗാൻ ജയിലിലും ഒക്കെ ആയിരുന്നു. ഇവര് 21 പേരുണ്ട് അവര് മലയാളികൾ. ഇതിപ്പോ റെക്കോർഡിക്കൽ കണക്കാണ് ഈ പറയുന്നത്. 21 ആയിരിക്കില്ല, കാരണം ഇവിടുന്ന് പോയവരുടെ എണ്ണമില്ല. പലയിടത്തുനിന്ന് പോയവരുടെ എണ്ണവും കാര്യങ്ങളൊന്നും ഇല്ല. മുമ്പ് കാലത്ത് ഇവിടെ നിന്ന് സിറിയയിലേക്കും അവിടുന്ന് ഇവിടുന്നൊക്കെ മതപഠനത്തിനൊക്കെ പോയവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. ഇതിനൊന്നും കണക്ക് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുമില്ല. എത്ര പേരുണ്ടെന്ന് നമുക്കറിയില്ല. ഇപ്പൊ 21 എന്ന് വെച്ചാൽ നമ്മൾ പഴയ കണക്ക് വെച്ചിട്ടാണ് ഈ പറയുന്നത്. അവരുൾപ്പെടെ ഈ സംഘത്തിൽ ഉണ്ടായതാണ് പുതിയ റിപ്പോർട്ട് വരുന്നത്. കാരണം അവരെ സംബന്ധിച്ച് അവര് ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് നേരെ പാകിസ്ഥാനിൽ എത്തുകയും ഈ ISKP-യുടെ ഭാഗമാകുകയും അവരാണ് ഇപ്പോൾ ട്രെയിനിങ് നടത്തി ഇന്ത്യയിലേക്ക് വരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തിരിക്കുന്നത്. വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു പുതിയ ഭീകര സംഘടന വരും. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് നമുക്ക് ഭയപ്പെടുക എന്നുള്ളതല്ല, നമ്മുടെ കേരളത്തിൽ നിന്ന് അടക്കം ഇത്തരം ആളുകൾ കൂടി ഈ ഒരു സംഘടനയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇത് ചർച്ചയാക്കാതെ ഇരുന്നെന്ന് എനിക്ക് തോന്നുന്നു. മലയാളികൾ ഉള്ളത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ. കാരണം ഭീകര സംഘടനയിൽ ഇന്ത്യക്കാർ പങ്കെടുക്കുന്ന ആദ്യമായിട്ടൊന്നും അല്ല. കാശ്മീരിൽ നിന്നൊക്കെ അനവധി യുവാക്കളെ ഈ ലക്ഷത്തോളം കണക്കുള്ള സംഘടനകളൊക്കെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അതിലും വലിയൊരു പോയിന്റ്. അതിൽ അവർ പറയുന്ന കാര്യം, ഈ ISKP ഇന്ത്യയിൽ ഉടൻ തന്നെ റിക്രൂട്ട്മെന്റ് ആരംഭിക്കും എന്നാണ് പറയുന്നത്. ഇവിടെയാണ് ഞാൻ ഈ നിരോധിക്കപ്പെട്ട സംഘടനകളൊക്കെ വീണ്ടും പല രൂപത്തിൽ ഇവിടെ പൊട്ടി മുളയ്ക്കുന്നുണ്ട്. ആ പൊട്ടി മുളയ്ക്കുന്നത് കാണുമ്പോഴാണ് നമുക്ക് ആ ഒരു ഡൗട്ട് ഇതിൽ ലിങ്ക് ചെയ്യിക്കാൻ പറ്റുന്നത്. ഏതാ, അവരിവിടെ ഇന്ത്യയിൽ ഒരു മാസ് ഡ്രൈവ് നടത്താൻ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ കേരളത്തിലടക്കം ചില സാംസ്കാരിക സംഘടനകൾ, ചില സാമൂഹിക സംഘടനകൾ, ചില അവാർഡ് കമ്മിറ്റിക്കാര്, ഇങ്ങനെയൊക്കെയുള്ള ചില പുസ്തകോത്സവ കമ്മിറ്റിക്കാരെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അവതാരങ്ങൾ ഇപ്പം രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. ഇവിടെ ഖിലാഫത്തിന്റെ വർക്ക് കേരളത്തിൽ നേരത്തെ തുടങ്ങി. സിനിമയിലൂടെ തന്നെ ഖിലാഫത്തിന്റെ വർക്ക് തുടങ്ങുന്നവരുണ്ട്. അത് സാംസ്കാരികമായ സ്റ്റാർട്ടിംഗ് ആണ്. ഇനിയിപ്പോൾ അതിൽ സായുധപരമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനാണ് ഇപ്പോൾ ഒരുങ്ങുന്നത്. ഇതെന്തായാലും ഒരു വലിയ വാർത്ത തന്നെയാണ്. കാരണം ഈ ഒരു വാർത്ത നമ്മൾ മലയാളികൾ അറിയാതെ പോകരുത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ഇതിന് വലിയ ഗൗരവമുള്ളൊരു വാർത്തയാണ്. ഒരുപക്ഷെ ഇതൊക്കെ വന്ന് പൊട്ടിത്തെറിച്ചൊക്കെ ആരെങ്കിലും മരിച്ചു കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ഈ മരിച്ചത് ഇന്ന മലയാളിയാണെന്ന് പറഞ്ഞ് അന്ന് കുറെ കഥകളും കവിതകളും ഒക്കെ ആയിട്ട്
പലരും എത്തും. ഇതിന്റെ ഒരു പ്രശ്നം എന്താ അറിയോ, നമ്മൾ ഈ ഹുജിയുടെ വാർത്ത എടുക്കുന്നു, ഉൾഫയുടെ വാർത്ത എടുക്കുന്നു, ഇവിടെയുള്ള സ്ലീപ്പർ സെൽ മോഡ്യൂളുകളുടെ വാർത്ത എടുക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് വിദേശത്തിരുന്നു കൊണ്ട് ഇവിടെ 27 ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങി ഇവിടെ മോഡ്യൂളുകളെ രൂപീകരിക്കുന്നുള്ള വാർത്ത എടുക്കുന്നു. പക്ഷെ നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു തട എന്ന് പറയുന്നത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്റലിജൻസ് വിഭാഗമൊക്കെയാണ്. നമ്മൾ പറയുന്ന ഈ ഹുജിയുടെ വാർത്തകൾ നമ്മൾ എടുക്കുന്നു, അടുത്ത നിമിഷം തന്നെ ഇതിന്റെ ഒരു ഹാപ്പനിങ്സ് നമുക്ക് കിട്ടുന്നില്ലല്ലോ. ഈ വാർത്തയ്ക്ക് കിട്ടാത്തതെന്ന് പറഞ്ഞാൽ ഹുജി എന്തെങ്കിലും ഒരു പ്രവർത്തനം ഇവിടെ നടത്തിയ ബിജേട്ടൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവിടെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ അടുത്ത വലിയ വാർത്തയൊന്നും അത് സംഭവിക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ കേന്ദ്രം അതിന് കൃത്യമായിട്ട് തടയിടും. കേന്ദ്രം കൃത്യമായിട്ട് തടയിട്ട് അത് നിർത്തിവെക്കും. ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം തന്നെ വന്നൊരു വാർത്ത, ഈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, LETയുടെ ലഷ്കർ ഇ തൊയ്ബയുടെ ഒരു ഹാഫിസ് സെയ്ദിന്റെ ഒരു വലം കയ്യെ ഒരു അജ്ഞാതൻ അവിടെ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. കസൂറിൽ ഇയാളുടെ വീട്ടിന്റെ മുമ്പിൽ വെച്ചാണ് അജ്ഞാതൻ വെടിവെച്ച് കൊന്നത്. ഈ ഭീകരവാദികളെല്ലാം ഈ പാകിസ്ഥാൻ ഗവൺമെന്റിന്റെ അടുത്ത് പോയിട്ട് ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തണമെന്ന് ഭീകരവാദികൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുക. ഒന്ന് ആലോചിച്ച് നോക്കിയ പാകിസ്ഥാൻ ഭീകരവാദികളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ഇന്റലിജൻസ് വിഭാഗവും നമ്മുടെ ആഭ്യന്തര മന്ത്രാലയവും അത്ര ശക്തമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പാകിസ്ഥാൻ ഭയപ്പെടുന്ന ഇന്ന് വലിയൊരു നീക്കം നമ്മുടെ രാജ്യം നടന്നു. ഇന്ന് നമ്മള് നേവിക്ക് വേണ്ടി മാത്രം ഏറ്റവും ഭാരം കൂടിയ 4400 കിലോഗ്രാം ഭാരം വരുന്ന വലിയ ഉപഗ്രഹം നേവിക്ക് വേണ്ടി മാത്രം വിടുകയാണ്. ഇതിനകത്ത് എന്താ MBM-3 എന്നാണ് ആ ഉപഗ്രഹത്തിന്റെ പേര്. എന്തുകൊണ്ടാണ് ഇത് വിടുന്നതെന്ന് വെച്ചാൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങളുമാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. പക്ഷെ പാകിസ്ഥാൻ എന്താ ഭയപ്പെടുന്ന വെച്ചാൽ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു, നമ്മളൊരു സ്റ്റാർ വാറിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവന്മാര് ലക്ഷ്യം വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഉപഗ്രഹം വഴി, അതായത് ഈ നമ്മുടെ സൈന്യം ഒക്കെ ഫിസിക്കലി നമ്മുടെ സൈന്യങ്ങളൊന്നും അനങ്ങാതെ അവിടെ നിന്ന് ചില ബട്ടണുകൾ അമർത്തുമ്പോൾ എന്താണ് ഈ ഉപഗ്രഹം വഴിയുള്ള സ്റ്റാർ വാറിനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നതാണ് അവർ ഭയപ്പെടുന്നത്. കാരണം ഒറ്റയടിക്ക് തന്നെ നെറ്റ്വർക്കുകൾ കംപ്ലീറ്റ് കളയുക, അല്ലെങ്കിൽ കറണ്ട് പോവുക, ഇല്ലെങ്കിൽ ഇവരെ ഇരുട്ടിലാർത്തിക്കൊണ്ട് അടിക്കുക. ഇപ്പൊ ഇത് ആ ഒരു ഭയം അവർക്ക് വല്ലാതെ വന്നിട്ടുണ്ട്. അപ്പം ഈ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം ശരിക്കും പറഞ്ഞ ഇന്ത്യൻ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിട്ടില്ല. വലിയ വാർത്തയാണിത്, പക്ഷെ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങൾ അത് വാർത്തയാക്കി. ഇത് വാർത്തയാക്കിയത് ആരാന്നറിയോ? ഏറ്റവും കൂടുതൽ പാകിസ്ഥാൻ മാധ്യമങ്ങളാണ്. ഇന്ത്യൻ നാവിക അവരതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ നാവികസേനയ്ക്ക് ഒരു വലിയ മിന്നൽ നീക്കമാണ് അവർ നടത്തുന്നത്. അവിടെ എന്തൊക്കെ, അതായത് അവരതിനകത്ത് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഓപ്പറേഷൻ 2 ഇന്ത്യ ഒരുങ്ങുന്നു, അതിശക്തമായി തന്നെ അടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇത് മാധ്യമങ്ങൾ അധികം വാർത്ത കൊടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ ഉപഗ്രഹം വിടുന്ന ഇപ്പോൾ സ്ഥിരം പണിയായിട്ട് മാറി. പണ്ടൊക്കെ നമ്മുടെ രാജ്യം വല്ലപ്പോഴും കണക്ക് ഒരു ഉപഗ്രഹം വിടുമ്പോൾ വലിയ വാർത്തയായെങ്കിൽ ഇപ്പൊ അങ്ങനെയില്ല. ഓരോ 3 മാസം കൂടുമ്പോഴും കുറെ ഉപഗ്രഹങ്ങൾ വിടുന്നുണ്ട്. ചറപറയാണ് ഉപഗ്രഹങ്ങൾ വിടുന്നത്. ഒരു ഉപഗ്രഹം വിടുമ്പോൾ അതിന്റെ കൂട്ടത്തിന് 50-100 ഉപഗ്രഹങ്ങളൊക്കെ ചെറുതും വലുതുമായിട്ടുള്ള ഉപഗ്രഹങ്ങൾ വിടുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മളത് വാർത്തയാക്കാൻ. പക്ഷെ ഇതൊരു വലിയ വാർത്തയായിട്ട് ഇന്ന് പാക് മീഡിയയിൽ വന്നു. അവിടെയാണ് ഈ വാർത്ത ഹൈലൈറ്റ് ചെയ്യപ്പെട്ടതെന്നുള്ളതാണ്. കാരണം അവരങ്ങനെയും ഭയക്കുന്നുണ്ട്. പക്ഷെ ശരിക്കും അതല്ല സംഭവം. നമ്മുടെ നാവികസേനയും വ്യോമസേനയും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വിക്ഷേപണം നടത്തുന്നത്. ഇതിന്റെ ഓൾറെഡി 4 റൗണ്ടുകൾ ഇതിന്റെ ഈ പരിക്രമണം പൂർത്തിയായിട്ടുണ്ട്. ഇത് 5ാമത്തെ റൗണ്ട്, ഫൈനൽ സ്റ്റേജിലേക്കാണ് നമ്മൾ ഇന്ന് എത്തുന്നത്. ഇന്നാണ് അതിന്റെ ഫൈനൽ സ്റ്റേജ് നടക്കുന്നത്. അതാണ് അതിന്റെ കണ്ടന്റ് അത്രയേ ഉള്ളൂ. ISRO ആണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഒരു ഉപഗ്രഹം. അതാണ് അതിന്റെ റിയൽ വാർ. പക്ഷെ അത് മറ്റൊരു ആംഗിളിലാണ് മാധ്യമങ്ങൾ എടുക്കുന്നത്. കാരണം അവര് ഈ പാകിസ്ഥാനെ അടിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഒരു ഉപഗ്രഹം നേവിക്ക് അങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് അവരുടെ കഥകളൊക്കെ ആ രീതിയിലാണ് പോകുന്നത്. അപ്പൊ അവരതിനു വേണ്ടി തയ്യാറെടുക്കുന്നത്. പക്ഷെ ഇത് അതിലും വലുതാണ്. ഇന്ത്യയിലേക്കും അഫ്ഗാനിസ്ഥാൻ, അവയെ പറയുന്നത് അഫ്ഗാനിസ്ഥാനെ ലക്ഷ്യം വെക്കാനാണ് ഈ ISKP-യെ തയ്യാറെടുക്കുന്നത് പറയുമ്പോൾ തന്നെ അതിന്റെ ഒരു വിഭാഗത്തെ അവർ ഇന്ത്യയിലേക്ക് വിടും. അതായത് ഒരേ സമയം തന്നെ അഫ്ഗാനെയും ഇന്ത്യയെ തകർക്കാൻ മലയാളികൾ അടക്കമുള്ള 1000 പേരുടെ ഒരു ചാവേർ സംഘങ്ങൾ അടങ്ങിയ ഒരു ഗ്രൂപ്പിനെ പാകിസ്ഥാൻ ട്രെയിൻ ചെയ്യിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇനി ഇതിന്റെ അപ്ഡേഷൻ വരുന്ന മുറയ്ക്ക് നമുക്ക് ഇതിന്റെ ബാക്കി നോക്കാൻ പറ്റും.